അൽ ഒദൈദ് സൈനിക താവളം ആക്രമിക്കേണ്ടി വന്നതിൽ ഇറാൻ ഖേദം പ്രകടിപ്പിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി. 9 മിസൈലുകളാണ് ഇറാൻ ഖത്തറിന് നേരെ ഉപയോഗിച്ചതെന്നും ഇതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതിനെ പ്രതിരോധിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ആക്രമണത്തെ തക്ക സമയത്ത് പ്രതിരോധിച്ച ഖത്തർ സായുധ സേനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തി അൽ ഒദൈദ് US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഖത്തർ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെ അയൽരാജ്യമായി കണക്കാക്കുന്ന രാജ്യത്തു നിന്നുണ്ടായ ആക്രമണം അത്ഭുതപ്പെടുത്തിയെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലെബനൻ പ്രധാനമന്ത്രി ഡോക്ടർ നവാഫ് സലാമും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 9 മിസൈലുകളാണ് ഇറാൻ ഖത്തറിന് നേരെ ഉപയോഗിച്ചതെന്നും ഇതിൽ ഒരെണ്ണമൊഴികെ ബാക്കിയെല്ലാം നിർവീര്യമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഖത്തർ സായുധ സേനയെ അദ്ദേഹം അഭിനന്ദിച്ചു. ആക്രമണത്തെ അപലപിച്ച ഖത്തർ പ്രധാനമന്ത്രി കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിന് എല്ലാ കക്ഷികളും ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ആഹ്വാനം ചെയ്തു. പ്രാദേശിക സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമാക്കിയുള്ള ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ ഖത്തർ സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖേദം പ്രകടിപ്പിച്ചതായും പ്രധാനമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അൻവർ പാലേരി, 24 ദോഹ.